നമസ്കാരം, ഞാൻ എസ് എൻ കോളേജ് ഗ്രൗണ്ടിലാണുള്ളത്. ഇവിടെ എസ് എൻ കോളേജ് ടീമും FC ഇൻബറ്റായിട്ടുള്ള പ്രാക്ടീസ് മാച്ച് നടക്കുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ കൊല്ലം സായിക്ക് ശേഷം കൊല്ലത്ത് നിന്ന് KPL സെക്കൻഡ് ഡിവിഷൻ കളിക്കാൻ വേണ്ടിയിട്ട് ക്വാളിഫൈ ചെയ്തേക്കുന്ന ഒരേ ഒരു ടീമാണ് FC ഇൻബറ്റ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമാവധി കൊല്ലത്തു നിന്നുള്ള പ്ലെയേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്തി ഇറങ്ങുന്ന ക്ലബ്ബാണ് FC ഇൻബറ്റ. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ എല്ലാ പ്ലെയേഴ്സിനും പ്രതീക്ഷ നൽകുന്ന ഒരു ക്ലബ്ബും കൂടാണ് FC ഇൻബറ്റ. ഇന്നത്തെ വീഡിയോ FC ഇൻബറ്റയെ പറ്റിയുള്ള വിശേഷങ്ങളാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ടോക്ക് ടു ദം. ഇൻബറ്റയെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് തരുന്നത് ഇൻബറ്റയുടെ അസിസ്റ്റന്റ് കോച്ചും ഇൻബറ്റയുടെ ഓൺ പ്രൊഡക്റ്റുമായ അസ്ലം ആയിരിക്കും. അസ്ലം മുൻ സന്തോഷ് ട്രോഫി പ്ലെയറാണ്, യൂണിവേഴ്സിറ്റി പ്ലെയറാണ്, AFF ലൈസൻസ് കോച്ചാണ്. ഈസ് റിയലി ഹാർഡ് വർക്കിംഗ് ആസ് എ കോച്ച് ആൻഡ് ആസ് എ പ്ലെയർ. സോ വിൽ ബി ഗിവിംഗ് യു മോർ ഡീറ്റെയിൽസ് അബൌട്ട് ഇൻബറ്റ. കൊല്ലത്തെ ആദ്യത്തെ ഫുട്ബോൾ KPL ടീമാണ് ഇൻബറ്റ FC എന്ന് പറഞ്ഞ ടീം. ഇൻബറ്റ FC എന്ന് പറഞ്ഞ ടീം പ്രിപ്പയർ ചെയ്തതും അത് പ്രിപ്പയർ ചെയ്യാനുള്ള രീതിയും എല്ലാം കൊണ്ടുവന്നത് അത് ബേസിക്കായിട്ട് 3, 4, 5 വർഷത്തിന് മുമ്പ് തന്നെ കൊച്ചിയിലെ കളിച്ചു തുടങ്ങിയ പിള്ളേരെ വെച്ചിട്ട് കൊല്ലത്തുനിന്ന്, പുറത്തുനിന്നുള്ള പ്ലേയേഴ്സ് അല്ലാതെ കൊല്ലത്തുനിന്നുള്ള പിള്ളേരെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടീം പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. 4, 5 കൊല്ലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന പിള്ളേർ ലീഗ് കളിച്ച് D ഡിവിഷൻ, C ഡിവിഷൻ, B ഡിവിഷൻ എല്ലാം കളിച്ച് സൂപ്പർ ലീഗ് കളിച്ചാണ് ഈ ടീം KPL സെക്കൻഡ് ക്വാളിഫയറിലോട്ട് വന്നേക്കുന്നത്. ക്വാളിഫയർ കളിച്ചു. ഇപ്പം KPL പ്രീമിയർ ലീഗ് ബി ഡിവിഷൻ കളിക്കാനായിട്ട് നാളെ കണ്ണൂരിലോട്ട് പോവാണ്. കണ്ണൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. ഈ ടീം പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ബേസിക്കായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഈ ടീം പ്രിപ്പയർ ആയി വരുന്നത്. ടീം പ്രിപ്പയർ ചെയ്തതിനു ശേഷം കൂടുതൽ മാച്ചസ് കളിച്ചിട്ടുള്ളത് ഔട്ട്സൈഡിൽ പോയി കളിച്ചിട്ടുള്ള ഒരുപാട് മാച്ചസ് എന്ന് പറഞ്ഞാൽ MG യൂണിവേഴ്സിറ്റി ടീമുമായിട്ട് കളിച്ചായിരുന്നു ഒരു 3 വീക്സിന് മുമ്പ്. അതിനുശേഷം കളിച്ചതെന്ന് പറഞ്ഞാൽ LNCP ടീം സായി ടീമുമായിട്ട് കളിച്ചായിരുന്നു. പിന്നെ SN കോളേജ് ടീമുമായിട്ട് കളിച്ചായിരുന്നു, ഫാത്തിമ കോളേജ് ടീമുമായിട്ട്, അങ്ങനെ ടീമുകളായിട്ട് കളിച്ചു. കൂടുതലും നമ്മൾ കളിച്ച പ്രാക്ടീസ് മാച്ചസിൽ അധികവും ഈക്വലി പെർഫോമൻസ് ആണ് എല്ലാവരും കാഴ്ചവെച്ചത്. പക്ഷേ പോരായ്മകളും ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റി തിരുത്തി ഓരോ പ്ലേയേഴ്സിനെ നമ്മൾ പരീക്ഷിച്ച ടീമിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നത്. പ്രാക്ടീസ് മാച്ച് കൂടുതലും കളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫാത്തിമ കോളേജ് ടീമുമായിട്ടും പിന്നെ ഇന്നലെ പോയി ഞങ്ങൾ LNCP ആയിട്ട് കളിച്ചു. ടീമിൽ കളിക്കുന്ന മെമ്പേഴ്സ് കൂടുതലും കളിച്ചിട്ടുള്ള അവരുടെ അച്ചീവ്മെന്റ്സും അവർ കളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പർ ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി സെക്കൻഡ് മെഡൽ വിൻ ചെയ്തിട്ട് വന്ന കീപ്പറാണ് നമുക്കുള്ളത്. പിന്നെ തൻഷാദ് എന്ന് പറഞ്ഞ പ്ലെയർ, തൻഷാദ് കളിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ A ഡിവിഷൻ കളിച്ച പ്ലെയറാണ്. പിന്നെ ഉള്ളതെന്ന ഫൈസൽ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റി കേലവന്റി എല്ലാം കളിച്ച പ്ലെയറാണ്. പിന്നെ SN കോളേജ് ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരുപാട് പ്ലേയേഴ്സാണ് നമ്മൾ കളിക്കുന്നത്. കൊച്ചിയിലെ മുതൽ അവർ നമ്മളോട് പ്രാക്ടീസ് ചെയ്ത്, ഞാനും SN കോളേജ് പഠിച്ചാണ്. അവിടുന്ന് ഒരേ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് വന്ന ടീമും എൻ്റെ അനിയന്മാരുമാണ് കൂടുതൽ കളിക്കുന്നത്. പിന്നെ അതിൽ പ്ലേയേഴ്സ് അധികം പുറത്തുനിന്ന് നമ്മൾ വിളിച്ചിട്ടില്ല. ഈ ഒരു 1-2 പ്ലേയേഴ്സിന് നമുക്ക് ആവശ്യമുള്ളവരെ മാത്രമാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കൂടുതലും കളിക്കുന്ന കൊല്ലത്തെ പ്ലേയേഴ്സാണ്. നമ്മൾ കളിക്കാൻ പോകുന്ന മാച്ചസ് ടോട്ടൽ 10 ടീംസിൻ്റെ കൂടെ 9 മാച്ചസ് കളിക്കണം. 9 മാച്ചസ് കളിച്ച് അതിൽ നിന്ന് 2 ടീമായിരിക്കും A ഡിവിഷനിലോട്ട് ക്വാളിഫൈ ആവുന്നത്. ക്വാളിഫൈ ആവുന്ന ടീമും ആയിട്ട് അടുത്ത കൊല്ലം A ഡിവിഷൻ കളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങളും പോകുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, അത് കാണുക. കൊല്ലത്തും നല്ല പ്ലേയേഴ്സ് ഉണ്ടെന്ന് വിലയിരുത്തുക. ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഇൻബറ്റ എന്ന് പറഞ്ഞ ക്ലബ്ബ് ഇജാസ് എന്ന് പറഞ്ഞ കോച്ചിന്റെ അണ്ടറിൽ വളർത്തിക്കൊണ്ടുവന്ന ക്ലബ്ബാണ്. ആ ക്ലബിന് വേണ്ടിയിട്ട് ആ ഇജാസ് എന്ന് പറഞ്ഞ കോച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്ത് A to Z കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ നിന്ന് ഈ ടീമിനെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോയി നല്ലൊരു റിസൾട്ടുമായിട്ട് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോകുന്നത്. എന്തായിരുന്നു ഗ്യാങ്ങിന്റെ പേര്? Dia letak.